ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് പ്രിയ ജോമൻ പാസ്റ്ററുടെ ഭാര്യ സിസ്റ്റർ അല്ല സിസ്റ്ററാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി അധികമായി കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ദൈവം തന്നെ ഏൽപ്പിക്കുന്ന സകല മേഖലകളിലും വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കുടുംബമായി കർത്താവ് അവർ രണ്ടുപേരെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം തന്റെ ജീവിത പശ്ചാത്തലവും തന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമുക്ക് കേൾക്കാം. അതിനായി കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹിത നിമിഷത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എന്റെയും ഗോസ്പൽ മിനിസ്ട്രിയുടെ നസ്രായന്റെ വഴികൾ എന്ന പ്രോഗ്രാമിൽ എളിയവൾക്കും ഇന്നേ ദിവസമായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ജീവിതത്തിൽ നൽകിയ നല്ല സാക്ഷ്യങ്ങളുമായി നിൽപ്പാൻ ശ്രീപിതാവ് ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിനായി ഒരു അവസരം ഒരുക്കി നൽകിയ കർത്താവിന്റെ ദാസൻ ബ്രദർ ജിജിൻ വർഗീസ് അവറുകൾ തന്റെ കുടുംബത്തിനും ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഈ വീഡിയോ കാണുകയും ഇതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവീയ അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയരെ, നസ്രയന്റെ വഴികൾ എന്ന ഈ പ്രോഗ്രാമിൽ അനേക കർത്തദാസന്മാർ, കർത്തദാസിമാർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സാക്ഷ്യങ്ങൾ, വാമൊഴികളാൽ ദൈവമഹത്വങ്ങൾ, ദൈവം ജീവിതത്തിൽ നൽകിയ മഹത്വകരമായ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുകയും അത് കേൾക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിയ പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ചെറുതും വലുതുമായ നന്മകളെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം നാം. ഇന്ന് ഈ ലോകത്തിൽ നാം മനുഷ്യനെ നോക്കിയാൽ മനുഷ്യൻ നന്ദിയില്ലാത്തവരായി ദൈവത്തെ മറക്കുന്നവരായിരിക്കുന്നവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ദൈവം ജീവിതത്തിൽ തരുന്ന ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും കർത്താവേ, ഇത് അങ്ങയുടെ ദാനം മാത്രമാണ്. എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ മിടുക്ക് കൊണ്ടോ, എൻ്റെ പണം കൊണ്ടോ, എൻ്റെ ബുദ്ധി കൊണ്ടോ, എൻ്റെ പ്രശംസ കൊണ്ടോ എനിക്കൊന്നും നേടിയതല്ല എന്ന് പറഞ്ഞ് ഓരോ ദിനത്തിനകത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ടോ, ദൈവത്തെ നന്ദി കരറ്റുന്നവരുണ്ടോ? പ്രിയരെ, അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ആത്മീയ ജീവിതം അത് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതെ, തിരുവെടുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതായിരിക്കണം. അതേ പ്രിയരെ, നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ സ്തോത്രം, ദൈവം ചെയ്തു തരുന്ന സാക്ഷ്യങ്ങൾ, ദൈവം ചെയ്തു തരുന്ന ഉപകാരങ്ങൾ നാം മറന്നു പോകുവാൻ പാടുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അതേ പ്രിയരെ, മറക്കാതെ വണ്ണം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്, ആരോഗ്യം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നൽകുന്ന ഓരോ ദിനങ്ങൾക്കകത്തും നാം മറ്റുള്ളവരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, സമൂഹത്തോട് സ്തോത്രം അറിയിക്കേണ്ടുന്ന വലിയൊരു സാക്ഷ്യം, ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമായി കിടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ സത്യത്തെ, ആ സാക്ഷ്യത്തെ, നമ്മൾ കിടക്കുന്ന ദൗത്യത്തെ നമ്മൾ മറന്നു പോകുന്നവരെ പലരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ എന്നിലും നിങ്ങളിലുമുള്ള സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ഏറ്റവും പരമപ്രധാനമായി അറിയിക്കേണ്ടത് മറ്റൊരു സത്യമുണ്ട്, മറ്റൊരു സാക്ഷ്യമുണ്ട്. എന്താണ് ആ സാക്ഷ്യം? എന്താണ് ആ സത്യം? നാം ഏവരും വിശ്വസിക്കുന്ന, ആരാധിക്കുന്നതുമായ നമ്മുടെ യേശു കർത്താവിന്റെ ജനനം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ യേശു കർത്താവിന്റെ ജീവിതം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ യേശു കർത്താവിന്റെ മരണം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ യേശു കർത്താവിന്റെ മരണാനന്തര ജീവിതം, പുനരുദ്ധാനം ഒരു സാക്ഷ്യമാണ്. അതേ പ്രിയരെ, നാം ഏവരും നമ്മളുടെ സാക്ഷ്യങ്ങളിൽ ദൈവം നമുക്ക് ഏതെങ്കിലും നൽകുന്ന നന്മകൾ, ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ പലപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായി, അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കേണ്ടതായി, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതായി ഒരുപക്ഷെ ദീർഘവർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വന്നിരിക്കാം.
ലഭിച്ചേക്കാം. പക്ഷെ ആ ഒരു നന്മ ലഭിക്കുന്നവരെയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഉപവസിക്കുന്നവരാണ്, നാം ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നന്മ ലഭിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ച് നന്മ ലഭിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നന്ദിയില്ലാത്തവരെ കടന്നു പോകുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഈ ഭൂമിയിൽ സ്തോത്രം, ദൈവം നമുക്ക് തരുന്ന ആയുസ്സിനകത്ത് നമുക്ക് ഈ ഭൂമിയിൽ പ്രാപിച്ച നന്മയേക്കാൾ ഏറ്റവും വലുതാണ് സ്തോത്രം ക്രിസ്തുവിന്റെ സാക്ഷ്യം. ദൈവം നമുക്ക് നൽകിയ പ്രത്യാശ, ദൈവം നമുക്ക് നൽകിയ ഭാഗ്യമുണ്ട്. എന്താണ്? നിത്യ രാജ്യത്തിന്റെ അവകാശിയായി തീരുക എന്നുള്ളത്. അതെ, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലുള്ളതല്ല പ്രാധാന്യത, പിന്നെയോ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അതെ, പൗരത്വം സ്വർഗത്തിലായിരിക്കുന്ന ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്ത തന്റെ പൗരത്വത്തിന് വേണ്ടി, തന്റെ രാജ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മളിൽ പലരും ആ ഒരുക്കമില്ലാതെയായിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതെ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, ഈ വീഡിയോയിലൂടെ എന്നെ വീക്ഷിക്കുകയും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞ്, സത്യദൈവത്തെ അറിഞ്ഞ് വിശ്വാസത്തിൽ നിൽക്കുന്ന പല ദൈവമക്കളും മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ യേശു ആരാണെന്നോ അല്ലെങ്കിൽ യേശുവിന്റെ വചനം എന്താണ്, ഈ വിശ്വാസ പ്രമാണം എന്താണെന്ന് പോലും അറിയാത്തവരായി ശ്രദ്ധിക്കുന്നവരുണ്ടാകാം. ഏത് വിധേനയും ഏത് മതത്തിനകത്തും ഏത് വിഭാഗത്തിനകത്തും നിൽക്കുന്നവരാകട്ടെ, പ്രിയരെ, നിങ്ങളോട് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. എപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാം. മനുഷ്യ ജീവിതത്തിനകത്ത് ഒരു ഗ്യാരണ്ടിയും ഒരു വാറണ്ടിയും പറയുവാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് ഈ മനുഷ്യനകത്ത് മനുഷ്യന്റെ വയസ്സിന്റെ പ്രായക്കണക്ക് പൊതുവെ പറയുന്നതും തിരുവചനം തെളിവായി പറയുന്നതും ഏറിയാൽ 70-80 വയസ്സ് കാലഘട്ടമാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ എടുത്തു നോക്കിയാട്ടെ, യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നില്ലേ? 30, 40, 50 വയസ്സിനുള്ളിൽ രോഗങ്ങൾ വന്ന്, ഹാർട്ട് അറ്റാക്കുകൾ വന്ന്, ക്യാൻസർ വന്ന്, അങ്ങനെ റോഡ് അപകടങ്ങൾ വന്ന് പലതിനകത്തും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദേശത്തിനകത്തുള്ളവരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നില്ലേ? പ്രിയരെ, ഇതിന്റെയൊക്കെ നടുവിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്തും രോഗങ്ങൾ കടന്നു വരാമായിരുന്നു, നമ്മളുടെ ജീവിതത്തിനകത്തും ആപത്തുകൾ വരാമായിരുന്നു, നമ്മളുടെ ജീവിതത്തിനകത്തും അനർത്ഥങ്ങൾ വരാമായിരുന്നു. എങ്കിലും നമ്മെ ഓരോരുത്തരെയും ഇന്ന് ദൈവം ജീവനോടെ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, ഇന്നീ ദിവസം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ, ഈ ഒരു ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിലായിരിക്കാൻ നിങ്ങളെ കർത്താവിടയാക്കിയത്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിനകത്ത് വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് നിങ്ങളെ കാണുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കാം. പക്ഷെ പ്രിയ സഹോദര സഹോദരി, വാത്സല്യ മാതാവേ, പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങളുടെ ജീവിതത്തിന് ദൈവം അവസരമൊരുക്കിയത്. അതെ, നമ്മളുടെ ജീവിതത്തിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത അടയാളങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സാക്ഷ്യങ്ങൾ ഒട്ടനവധിയാണ്. ഒരു ഉദാഹരണം രീതിയിൽ പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവം അനവധിയായി നൽകിയ സാക്ഷ്യങ്ങളിൽ രോഗസൗഖ്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. നിങ്ങളുടെ കടഭാരങ്ങൾ മാറി, നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് പ്രതിസന്ധികളിൽ ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. തലമുറകൾ ദൈവം നൽകിയിട്ടുണ്ടായിരിക്കാം. ഇതിങ്ങനെ ഒട്ടനവധി എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ജീവിതത്തിന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കകത്തും നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനകത്തൊക്കെയും ദൈവം ഉത്തരം നൽകിയിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം. എന്താണ് സാക്ഷ്യം എന്ന് പറയുന്നത്? അതിലുപരി സാക്ഷ്യമായി നമുക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ എങ്ങനെ രക്ഷയിലേക്ക് വന്നു, ഞാൻ എങ്ങനെ യേശുവിനെ അറിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് എന്റെ മാറ്റം എന്താണ്, ഇതൊക്കെയും നമ്മുടെ സാക്ഷ്യമായി നമുക്ക് ജീവിതത്തിനകത്ത് പരസ്യമായി ആത്മീയ കൂട്ടായ്മകളിലും മറ്റു പ്രിയപ്പെട്ടവരോടും പറയുവാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയുന്നതിനോടൊപ്പം അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുൻപിൽ ഏറ്റവും പരമപ്രധാനമായി പറയേണ്ടതിന്റെ കാര്യം എന്താണ്? ഒരു വ്യക്തിയോട് പരസ്യമായി പറയുമ്പോൾ, നിങ്ങൾ യേശുവിനെ അറിയുവാൻ ശ്രമിക്കുക.
യേശുവിനെ അറിയുവാൻ ശ്രമിക്കുക. യേശുവിനെ അറിയുവാൻ ശ്രമിക്കുക മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു യാഗമായി തീർന്നതെന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? മാനസാന്തരം ഉണ്ടാകും. മാത്രമല്ല, ഈ വ്യക്തി മാനസാന്തരം ഉണ്ടാകുമ്പോൾ പഴയ സ്വഭാവങ്ങൾക്കകത്തുനിന്ന് മാറ്റം വരും. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഒരാളുടെ പ്രസംഗത്തിനകത്തോ ഒരാളുടെ വാക്കിന്റെ അല്ലെങ്കിൽ വാക്കിന്റെ വാക്ചാതുര്യത്തിനകത്തല്ല. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അധരത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തിയുണ്ട്. ഈ വ്യാപാര ശക്തി ഏതൊക്കെ വ്യക്തികളിൽ, ഏതൊക്കെ കുടുംബങ്ങളിൽ കടന്നു ചെല്ലുന്നോ ആ വ്യക്തികൾക്ക് മാറ്റമുണ്ടാകും. എന്ന് പറഞ്ഞാൽ പുതു മനുഷ്യനായി തീരും. അതെ, തിരുവെടുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉഴിഞ്ഞു കളഞ്ഞ് പുതു മനുഷ്യനാക്കി തീർക്കും. പ്രിയരെ, നമ്മളുടെ വസ്ത്രം ഒന്ന് മുഷിഞ്ഞിരിഞ്ഞാൽ നാം പെട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു വസ്ത്രം ധരിച്ചല്ലേ നാം ഒന്ന് പുറത്തു പോകത്തുള്ളൂ. ഒരു പരസ്യമായി നാം ഒന്ന് നമ്മുടെ കവലകളിൽ, നമ്മുടെ ജംഗ്ഷനുകളിലോ യാത്ര ചെയ്യണമെങ്കിൽ, മുഷിഞ്ഞ വസ്ത്രധാരിയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തകർച്ചയുണ്ടാകും, ബുദ്ധിമാന്യം ഉണ്ടാകും. പക്ഷെ അറിവും ബോധവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രമായി കടന്നു പോകത്തില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച് പഠിച്ച് വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നേടുവാൻ കഴിഞ്ഞു, ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് നേടി. എനിക്ക് ഇന്ന് ഈ തലമുറകൾക്ക് പറയാൻ കഴിയും, ആഗ്രഹിച്ച പങ്കാളിയെ കണ്ടെത്തി, നല്ലതാണ്. പക്ഷെ ആഗ്രഹിച്ചത് പലതും നേടിയെടുത്തിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുഷിവ് അഥവാ കറ പുരണ്ടിരിക്കുന്ന പാപ സ്വഭാവ രീതികളെ വിട്ടൊഴിയുവാൻ നിങ്ങൾക്ക് ഇന്നും കഴിഞ്ഞില്ല എങ്കിൽ, പ്രിയ സഹോദര, നേടിയെടുത്തതൊക്കെയും, പ്രിയ സഹോദരി, നേടിയെടുത്തതൊക്കെയും അത് നല്ലതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുവാനിടയാകട്ടെ. എങ്ങനെയാണ് നേടിയെടുത്തതൊക്കെയും നല്ലതല്ല അഥവാ അതിനകത്ത് പാപമുണ്ടെന്ന് തിരിച്ചറിയുന്നത്? സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം നിരവധി കാലങ്ങൾ പാപത്തെ കുറിച്ച് ഓണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയും, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്നവർ എപ്പോഴും പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? പ്രിയ സഹോദര, വിശുദ്ധ വേദപുസ്തകം ഒരു തെളിവ് പറയുന്നു. സ്ത്രീയെ അപലക്ഷണമായി നോക്കുന്നത് പോലും വ്യഭിചാരം ചെയ്തു പോയെന്നാണ് പറയുന്നത്. അർത്ഥാൽ കണ്ണുകൊണ്ട് ഒരു വ്യക്തിയെ നോക്കി ഒരു തെറ്റായ രീതിയിൽ അതിനെ ചിന്തിച്ച് ഹൃദയത്തിനകത്ത് ആലോചിക്കുന്ന പോലും വ്യഭിചാര കുറ്റമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. സ്തോത്രം. മുപ്പരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴും ഇന്ന് രഹസ്യ പരസ്യ രീതിയിലുള്ള ബന്ധങ്ങൾ, ഒന്നിലധികം ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകുന്നു. സമൂഹത്തിന്റെ മധ്യേ ഇവർ നല്ലവരായി ജീവിക്കുമ്പോഴും രഹസ്യ ബന്ധങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു. നോക്കുക, ഈ ഒരു സ്വഭാവ രീതികൾ എന്തിനു പറയുന്നു? ആരും അറിയില്ല എന്ന് നടത്തുന്ന നിങ്ങളുടെ രഹസ്യ ചാറ്റിങ്ങൾ പോലുമില്ലേ, ഇതുപോലും പാപമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹിക്കുന്ന അപ്പനെയും അമ്മയെയും നിങ്ങൾ അവരെ മറച്ചു പിടിച്ച് ചെയ്യുന്ന എല്ലാ ചെറിയ ചെറിയ കളവുകളും പാപമാണ്. സ്വന്തം ഭവനത്തിൽ നിന്നാണ് അപ്പനും അമ്മയും അറിയാതെ എടുക്കുന്ന ചെറിയ നാണയത്തൊട്ടുകൾ, പണങ്ങൾ, എന്തിനു പറയുന്നു? ATM കാർഡോ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഒക്കെ പാവപ്പെട്ട മാതാപിതാക്കൾ അറിയാതെ അതിനെ ഒന്നുപോലും ഉപയോഗിക്കുന്നത് അത് കളവാണ്, മോഷണമാണ്, പാപമാണ്. നോക്ക, മാതാപിതാക്കൾ അറിയുന്നില്ല. ഇത്തരം രീതിയിൽ ഇന്ന് ഈ ലോകത്തിനകത്ത് പാപത്തിന്റെ സ്വഭാവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു തെറ്റായ സ്വഭാവ രീതികളെ തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്ന സമയം എപ്പോഴാണ്? ഒന്നെങ്കിൽ ചില മാരക രോഗങ്ങൾ കടന്നു വന്ന് രോഗക്കിടക്കയിലാകുമ്പോൾ, എനിക്കെന്റെ കുടുംബത്തെ വേണം, എനിക്കെന്റെ ഭാര്യയെ വേണം, എനിക്കെന്റെ ഭർത്താവിനെ വേണം, എനിക്കെന്റെ കുഞ്ഞുങ്ങളെ വേണം, എനിക്കെന്റെ അപ്പനെ വേണം, അമ്മയെ വേണം, ജീവിക്കണമെന്നുള്ള കൊതി ഇന്ന് മനുഷ്യരിൽ വർദ്ധിച്ചു വരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ ഒന്ന് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒന്ന് കടന്നു എന്ന് അനേക രോഗികളെ വിസിറ്റ് ചെയ്താൽ അവരുടെ പഴയ കാല ജീവിതവും ഇപ്പോഴുള്ള ജീവിതം എന്ന് ഓർത്താൽ, നിങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, പ്രിയരെ, നമുക്ക് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകും. അവർ രക്ഷിക്കപ്പെടും, സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിന്റെ പങ്കാളിയായി തീരുവാനിടയായി തീരും. ഓർക്കുക, ഒരു സഭയോട് ചേരുക എന്നുള്ളതല്ല ഈ വാക്കിന്റെ അർത്ഥം. പിന്നെയോ ഒരു പ്രത്യേക സംഘടനയോട് ചേരുക
എന്നുള്ളതല്ല അർത്ഥം, പിന്നെയോ ദൈവരാജ്യത്തിന്റെ പങ്കാളിയായി തീരുക എന്നുള്ളതാണ് സ്തോത്രം ഇതിന്റെ നഗ്നമായ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 6-4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചതിന് ശേഷം ദൈവത്തിൽ നകന്നുപോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് കാണുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വാത്സല്യ മാതാപിതാക്കളെ, വാത്സല്യ കുടുംബങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വചന സന്ദേശമാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഒരിക്കൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞവരാകാം, ഒരിക്കൽ നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചവരാകാം. പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾ ഈ വിശ്വാസ പ്രമാണം വിട്ട് പിന്നോട്ട് പോയവരാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ഒരു മടങ്ങി വരുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുമ്പോൾ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ ഒരു തീരുമാനമെടുത്ത് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ ക്രിസ്തുവിൽ വിജയമായി എന്ന് ഞങ്ങൾ വീണ്ടും വിശ്വസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം ഒരു തെളിവ് നൽകുന്നുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. നോക്ക, നീതിയുടെ വഴി. ഈ ഭൂമിയിൽ അനേക വഴികളുണ്ട്, അനേക ഓഫറിംഗ് ലെറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിനകത്ത് വരും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഉപരിപഠനത്തിന് വേണ്ടി ഒക്കെയും കാത്തിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ +2 കഴിയുമ്പോൾ ഇനി എന്ത് പഠിക്കണമെന്നൊരു ചിന്തയിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ കാണും. ഏത് തെരഞ്ഞെടുക്കണം? ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് ഓരോ ഓഫറിംഗ് പറയും. ഇന്ന സ്ഥലത്ത് നമുക്ക് പോകാം, ഇന്ന സംസ്ഥാനത്ത് പോകാം, അല്ലെങ്കിൽ എബ്രോഡ് പോകാം. ഇങ്ങനെ പല ഓഫറുകൾ നമുക്ക് വരും. പക്ഷെ എല്ലാ ഓഫറുകളൊന്നും നന്നായിരിക്കണമെന്നില്ല കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? പക്ഷേ സ്തോത്രം, ഒരു ദൈവവൈതല ജീവിതത്തിനകത്ത്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവചന ജീവിതത്തിനകത്ത്, ഭാവിക്ക് വേണ്ടിയാകട്ടെ, മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയാകട്ടെ, ദൈവം ഒരുക്കുന്ന വഴി അത് ഏറ്റവും നന്നായിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, കലാലയ ജീവിതം, കാര്യങ്ങളും എന്തുമാകട്ടെ, നിങ്ങളൊരു ദൈവവൈതലാണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. ലോകത്തിന്റെ സുഖം ഭോഗങ്ങൾ കാണിച്ചുകൊണ്ട് ശത്രുവായവൻ പല തന്ത്രങ്ങൾ ഒരുക്കി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏതു മേഖല കടന്നുപോയാലും നമുക്കൊരു ബോധ്യമുണ്ടാകണം. എന്താണ്? ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ ജീവിതത്തിനകത്തും, ഞാനും പഠനകാലത്തിനകത്ത് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പല കാര്യങ്ങൾക്ക് നിർബന്ധിക്കും. ഇത് കഴിക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്ന കാര്യത്തിന് പോകാം. പക്ഷേ നമ്മൾ സുഹൃത്തുക്കൾ വേണ്ട എന്നുള്ളതല്ല, അവരുടെ മധ്യേ ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. പ്രിയരെ, യോസഫ് എന്ന് പറയുന്ന ഭക്തൻ കടന്നുപോയ മേഖല വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി തെളിവ് നൽകുന്നുണ്ട്. സ്തോത്രം. ചെറുപ്പപ്രായം മുതൽ തന്റെ സ്വപ്നം കാണുന്ന വ്യക്തി തന്റെ സ്വപ്നം മാതാപിതാക്കളോട് പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു. പക്ഷേ സഹോദരന്മാർക്ക് ആ സ്വപ്നത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം തന്റെ ജീവിതത്തിനകത്ത് നൽകിയ സ്വപ്നത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തിച്ച്, ഞാൻ ഇന്ന സമയത്ത്, ഇന്ന രാജ്യത്തിനകത്ത്, ഇന്ന മിനിറ്റിൽ, ഇന്ന മണിക്കൂറിൽ, ഇന്ന ദിവസത്തിനകത്ത് ചെയ്യുമെന്ന് ഒരിക്കലും ദൈവം തന്നോട് സംസാരിച്ചില്ല. സ്തോത്രം. ദൈവശബ്ദം കേട്ടല്ലെങ്കിൽ ആ സ്വപ്നം കണ്ടതിന് ശേഷം ദീർഘവർഷങ്ങൾ തന്നെ സ്വപ്നം ഹൃദയത്തിനകത്ത് ഇട്ടുകൊണ്ടിരുന്നു. പ്രിയരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്താണ് ഈ ഒരു സ്വപ്നം ലഭിച്ചിരുന്നെങ്കിൽ നാം അറിയാവുന്ന ദൈവാസന്മാരോടും മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും, ഇത് എപ്പോൾ സംഭവിക്കും, ഇത് ഏത് ദിവസം സംഭവിക്കും, ഇത് എന്നാണ് പ്രാപിക്കുക. ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ചോദ്യങ്ങളെ ഉയരത്തുള്ളൂ. പക്ഷേ സ്വപ്നത്തിനു വേണ്ടി ഒരു പ്രാർത്ഥനയും കാത്തിരിപ്പും ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെയായി പോകുന്നു. എന്നാൽ സ്തോത്രം, ജീവിതത്തിനകത്ത് ഒരുപാട് സാക്ഷ്യങ്ങളും കർത്താവ് ചെയ്തു നൽകിയിട്ടുണ്ടെങ്കിലും സ്തോത്രം, അതൊന്നും കടന്നു പോകാതെ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത്, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ബ്രദർ ജിജിൻ വർഗീസ് സ്തോത്രം ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താകുന്നു കർത്താവെ സാക്ഷ്യം പറയേണ്ടതെന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവാത്മാവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് രൂപാന്തരം, ചിലർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കടന്നു പോകുവാൻ ഞാൻ കൃപയിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ കാലഘട്ടങ്ങൾക്കകത്ത് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ ഉന്തിയും തള്ളിയുമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് സ്വമേധയാ താല്പര്യമില്ല, എന്റെ ഭാവിക്ക് വേണ്ടി എന്താണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് എന്താണ് ആലോചന അരുളി ചെയ്യുന്ന ഒരു ആഗ്രഹം തലമുറയ്ക്കില്ല. പകരം അപ്പനും അമ്മയും നിർബന്ധിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. സ്തോത്രം. ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ ചെറുപ്രായത്തിനകത്ത് എന്റെ ഒരു അനുഭവം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അന്നുള്ള പ്രാർത്ഥനയും ആരാധന എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ആരാധനയെല്ലാം
ഇടക്കമുറിയിൽ പായൊക്കെ വിരിച്ച് നമ്മൾ തിക്കി ഞെരുങ്ങിയിരിക്കുന്ന ആത്മീയ കൂട്ടായ്മയുടെ ആരാധനയാണ്. ഏകദേശം 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ചെറിയൊരു സഹോദരനെ, യൗവനക്കാരനായ സഹോദരനെ കർത്താവ് ശക്തമായ ശുശ്രൂഷയിലെടുത്ത് ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ എല്ലാ വ്യക്തികളോടും ആ സമയം സംസാരിക്കുവാനിടയായി തീർന്നു. ഓരോരുത്തരും കരയുന്നവരുണ്ട്, ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സംസാരം ദൈവത്തിന്റെ ആത്മാവ് രഹസ്യങ്ങളെ പരസ്യമായി വെളിപ്പെടുത്തുന്ന, ആരും ഭയക്കുന്ന രീതിയിലുള്ള ദൈവശബ്ദമായിരുന്നു അന്നുണ്ടായിരുന്നത്. അറിയാം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവിടെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനകത്താണെങ്കിൽ കുഞ്ഞുങ്ങൾ കളിയും ചെരിയും സംസാരത്തോടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നല്ല, അപ്പനും അമ്മയും ആരും കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥനയോടിരിക്കുക. എന്നാൽ ഞാൻ ആ പ്രാർത്ഥനയിലിരുന്ന് കരയുന്നത് എന്റെ അപ്പൻ അറിഞ്ഞില്ല, ആ പ്രാർത്ഥനയിലിരുന്ന് കരയുന്നത് എന്റെ അമ്മ അറിഞ്ഞില്ല, ആ പ്രാർത്ഥനയിലിരുന്ന് കരയുന്നത് ആ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയും കണ്ടില്ല. ഞാൻ രഹസ്യത്തിൽ ദൈവത്തോട് കണ്ണുനീർ ധാരണയെ ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുപ്പ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മറ്റുള്ളവരോടൊക്കെ ദൈവിക ആലോചന പറയുന്നുണ്ട്, എന്നാൽ എന്നോട് എന്താണ് കർത്താവ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എന്നോട് എന്തെങ്കിലും സംസാരിക്കണം. പക്ഷേ ദീർഘമണിക്കൂറുകൾ കൂട്ടായ്മ ആരാധന പ്രാർത്ഥന കഴിഞ്ഞു. 2-2:30 അന്ന് ആരാധന കൂട്ടായ്മ ഒന്ന് ഫസ്റ്റ് സെക്ഷൻ തീരുന്നത്. അന്ന് തീരാറായി 2:25 പ്രാർത്ഥിച്ച് ആ സെക്ഷൻ നിർത്താറായ സമയത്ത് വീണ്ടും ആ കർദാസനമേൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചനയുമായി ചാടി എണീറ്റ് എന്റെ അരികിൽ വന്നിട്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞായ എന്നെ പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ഈ നിമിഷം വരെയും നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പറയുക, യേശുപ്പ എന്നോട് സംസാരിക്കണമേ സംസാരിക്കണമേ എന്ന്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇവളോട് പറയുന്നു, ഇന്നൊരു ദൈവശബ്ദം മറ്റുള്ളവരുടെ അധരത്തിലൂടെ കേൾക്കുവാൻ ഇവൾ കാത്തിരിക്കുന്നെങ്കിൽ നീ കാത്തിരിക്കുക. ഒരു സമയമുണ്ട്, ദൈവശബ്ദം നീ കേൾക്കുവാൻ ദൈവം ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പ്രിയരെ, ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. ആ നിമിഷം മുതൽ എന്നും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുപ്പ അപ്പന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണം, എന്നെ സ്വർഗീയ ദർശനങ്ങൾ കാണിക്കണം. പ്രിയരെ, ഇന്നീ കാലഘട്ടങ്ങൾക്കകത്ത് ദൈവശബ്ദം കേൾക്കണമെന്ന് എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം ആത്മീയ കൂട്ടായ്മയിൽ അനുഭവിക്കണമെന്ന് എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? ഇന്ന് നമുക്ക് പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് ലഭിക്കുന്ന പോലെ എമർജൻസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ നാം ദൈവത്തിന്റെ അരികിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രിയരെ, എന്റെ കുടുംബ പശ്ചാത്തലം, എന്റെ മാതാപിതാക്കൾ ജാതീയ വിശ്വാസ ഹിന്ദു വിശ്വാസ രീതിയിൽ ജീവിച്ചവരാണ്. ഇന്ന് ഈ കാലഘട്ടത്തിനകത്ത് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പലരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത സാക്ഷ്യങ്ങൾ നൽകിയാണ് ദൈവസന്നിധിയിൽ വന്നിട്ടുള്ളത്. പലർക്ക് രോഗസൗഖ്യം, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കടഭാരം മാറി, അല്ലെങ്കിൽ വീട് ലഭിച്ചു, ജപ്തി മാറി. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ കടവും മാറിയില്ല, വീടും വെച്ചില്ല, ഒരു പ്രശ്നവും പരിഹരിച്ചില്ല. പ്രശ്നം പരിഹരിക്കാതെയാണ് ഞങ്ങൾ കർത്താവിൽ വന്നത്. ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എന്നിട്ടും നിങ്ങൾ എന്താണ് യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ, എവിടെയും പോയിട്ടും ലഭിക്കാത്തൊരു സമാധാനം ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പിതാവ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ അസിസ്റ്റന്റ് പൂജാരി പോലും ആയിരുന്ന വ്യക്തിയാ. വീട്ടിൽ ഭക്ഷണത്തിന് കഴിക്കുവാൻ ആഹാരവും വെളിച്ചെണ്ണ, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ എണ്ണ ഇല്ലെങ്കിലും നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകൾ, അതിനുവേണ്ടി എണ്ണ പോലും കരുതി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ അതിന്റെ നടുവിലും വാത്സല്യ മാതാപിതാക്കൾ തീരുമാനമെടുത്തു, മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ, മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമുക്കൊരു തിരുവെടുത്ത് തെളിവ് പറയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം അറിയാതെ ഒരു ഗർഭിണിയുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ഭ്രൂണം രൂപപ്പെടുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവ പദ്ധതിയുള്ളതിനെ ശത്രു എപ്പോഴും എന്ത് ചെയ്യും? നശിപ്പിക്കാൻ നോക്കും. എങ്ങനെയാണ് നശിപ്പിക്കാൻ നോക്കുന്നത്? അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു ഭാഗമ്പോൾ നശിപ്പിക്കാൻ നോക്കും, ജനനത്തിങ്കൾ നശിപ്പിക്കാൻ നോക്കും, വളർച്ചയിൽ നശിപ്പിക്കാൻ നോക്കും. യേശുവിന്റെ ജനനത്തിന് നേരെ വെല്ലുവിളി ഉയർന്നില്ലേ? യേശുവിന്റെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർന്നില്ലേ? നോക്ക്, ഏതുവിധമായ വെല്ലുവിളികൾ ഉയർന്നു വന്നാലും വാക്തത്വമുള്ളതിനെ വളർത്തുന്ന ദൈവമാണ്. വെല്ലുവിളി ഉയർന്നോട്ടെ, പക്ഷെ വളരുമാറാക്കുന്ന
നൽകുന്നത് കർത്താവാണ്. സ്തോത്രം. ഈ ഒരു വചനം ധൈര്യമായി പറയാനുള്ള എനിക്കുള്ള കാര്യം എന്ന് പറയുന്നത് എന്റെ മാതാപിതാക്കൾ ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെയാകുന്നുവെങ്കിലും സ്തോത്രം എനിക്ക് മുന്നമേ എന്റെ ജ്യേഷ്ഠനുണ്ട്, അതിനുശേഷം 7 വയസ്സ് ഡിഫറൻസ് ഉണ്ട് ഞാനും എന്റെ ജ്യേഷ്ഠനും കൂടെ. പക്ഷെ എന്റെ മാതാവ് എന്നെ പ്രഗ്നന്റ് ആയി എന്ന് 3-3.5 മാസം വരെയും താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല. കഠിനമായിട്ടുള്ള പട്ടിണിയുടെ നടുവിലാണ് എന്റെ മാതാവ് എന്നെ ഗർഭിണിയാകുന്നത്. ആ സമയത്ത് ഡോക്ടറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് പോകാനോ അല്ലെങ്കിൽ അതിനകത്ത് നല്ല മരുന്നുകൾ മേടിച്ച് കഴിക്കുവാനോ ഒന്നും ഭവനത്തിനകത്ത് സാമ്പത്തികമായ സ്ഥിതിഗതികളൊന്നുമില്ല. എന്നാൽ ചുരുക്കമായി ഞാൻ പറയട്ടെ, പ്രസവ സമയത്ത് ആശുപത്രി ചെലവിന് പോലും പൈസ ഇല്ലാതിരുന്ന വല്ലാതെ ബുദ്ധിമുട്ട് തരുന്നൊരു സമയം. സ്തോത്രം. പൈസ ഇല്ലാഞ്ഞിട്ടും പണക്കാർ മാത്രം പോകുന്ന വലിയൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അഭയം പ്രാപിച്ചു. സ്തോത്രം. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ പല ഓഫീസ് സ്റ്റാഫുകൾ വിമർശിച്ചുകൊണ്ട് പണമില്ലാത്തടത്ത് നിങ്ങൾ എന്തിനിവിടെ വന്നു എന്ന രീതിയിൽ പറഞ്ഞ് ആശുപത്രിയുടെ വരാന്തയിൽ നിറവയറുമായി കിടക്കുന്ന എന്റെ മാതാവിനെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടത്തി. സ്തോത്രം. പ്രസവ വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന എന്റെ മാതാവിനരികിൽ ആ ഹോസ്പിറ്റലിന്റെ ഓണറായിട്ടുള്ള സുമിത്ര എന്ന് പറയുന്ന മാഡം ആ ആശുപത്രി വരാന്തയിലൂടെ കടന്നു വന്നപ്പോൾ ഈ രോഗി എന്തിനിവിടെ കിടക്കുന്നു എന്ന ചോദ്യം ഉയർന്നു വന്ന് എമർജൻസി ആയിട്ട് ഡോക്ടറിന്റെ സ്വന്തം റിസ്കിൽ വേഗം ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സ്തോത്രം അവിടെ സുഖപ്രസവം നടത്തുവാൻ വേണ്ടി ആ ഡോക്ടർ അവിടെ കരുണ കാണിച്ചു. എന്തുകൊണ്ടാണ്? സ്തോത്രം. നോക്കൂ, ഒരു പക്ഷേ ഇതിനകത്ത് ആശുപത്രി കൊണ്ടുവന്ന് വൈകിയാൽ മരണം സംഭവിക്കാമായിരുന്നു, എന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ മധ്യ ദൈവത്തിന്റെ ഒരു പദ്ധതി, ഇവർ ജീവിച്ചിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. അവിടം കൊണ്ടും തീർന്നില്ല. അനവധിയാൻ ശത്രു കൊന്നുകളയാൻ പല പദ്ധതികൾ ജീവിത മേഖലയിൽ ഒരുക്കി. പക്ഷെ അതിന്റെ മധ്യ തകർത്തുകളായി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതേ പ്രിയരെ, എന്നെ നിങ്ങളെ കുറിച്ച് കർത്താവിന് ഉദ്ദേശമുണ്ട്. നാം പലപ്പോഴും അത് മറന്നു കളയുന്നവരായി തീരുകയാ. സ്തോത്രം. മാത്രമല്ല സ്തോത്രം, ഒരു ഹിന്ദു വിശ്വാസ രീതിയിൽ വിശ്വാസ ആചാരങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. 28 ദിവസം കഴിയുമ്പോൾ നൂലുകെട്ട് ചടങ്ങ് നടത്തും. പിന്നീട് കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ചോറൂണ് നടത്തും. എഴുത്തിനെടുത്ത് ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ദീർഘമായിട്ടുള്ള കഠിനമായ ദാരിദ്ര്യ നിമിത്തം സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പിന്നീടാണ് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത്. 28ാമത് ദിനമെന്നല്ല, ദീർഘ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും ആ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ, അർത്ഥാൽ ഒരു വിളക്ക് കത്തിച്ചു പോലും ഒരു ചരട് പോലും കെട്ടുവാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് അനുവദിച്ചില്ല. കാരണം എന്താ? സ്തോത്രം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വൈതന്റെ ജീവിതത്തിനകത്ത് ഈ രീതിയിലുള്ള ആചാരങ്ങൾ നടക്കരുതെന്ന് പിൽക്കാലത്താണ് മാതാപിതാക്കൾക്ക് മനസ്സിലായത്. ശേഷം ചോറൂണ് നടത്തുവാൻ വേണ്ടി ഒരു യാത്രയ്ക്ക് വേണ്ടി ട്രെയിനിൽ കടന്നുപോയി. ആലപ്പുഴ ചേർത്തല ഭാഗം എത്താറായപ്പോൾ എന്റെ ഭവനം ആലപ്പുഴയിലാണ്. ആലപ്പുഴ ചേർത്തല എത്താറായ സമയത്ത് അസാധാരണമായ ഒരു കരച്ചിൽ, ഒരു കുഞ്ഞു കിടന്ന് നിലവിളിക്കുക. യാത്രക്കാരൊക്കെ പറഞ്ഞു, ഈ കുഞ്ഞിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വേഗം ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് കടന്നു പോകാൻ പറഞ്ഞു. ചേർത്തലയിൽ എമർജൻസി ആയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു അസ്വസ്ഥതയും ഇല്ല. അങ്ങനെ ആ ഒരു യാത്രയും മുടക്കി ക്ഷേത്രത്തിനകത്ത് പോയി ഊണ് കൊടുക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് അനുവദിച്ചില്ല. വീണ്ടും ഒരു 2.5 വയസ്സായ ശേഷം എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇത് എന്തൊരു കൊച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവൾ ശാപം പിടിച്ചവൾ എന്റെ ഉദരത്തിനകത്ത് വന്ന് പിറക്കുവാനിടയായിരുന്നല്ലോ, എന്തൊരു ദൈവദോഷമാണ്, ഇവരുടെ ജീവിതത്തിനകത്ത് ഒന്നും നടത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദോഷങ്ങളൊക്കെ മാറുവാൻ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവ ദിനത്തിനകത്ത് കുഞ്ഞുങ്ങളെ ചുമലിൽ വെച്ച് പ്രദക്ഷിണം നടത്തുന്ന ഒരു നേർച്ച നടത്തുവാൻ തീരുമാനമെടുത്തു. ഈ തീരുമാനമെടുത്തതിന്റെ ദിവസവും കുറിച്ചിട്ട് തലേ ദിവസം അമ്മ എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം വരുത്തരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ നാളെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, കുഞ്ഞിനെ ചില മാമന്മാരൊക്കെ തോളിലൊക്കെ എടുത്തു വെക്കും, അപ്പൊ മോള് പേടിക്കരുത്, ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ മുന്നമേ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. 2.5 വയസ്സ് പ്രായമുള്ള എനിക്ക് ആ സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ആ സമയത്ത് അമ്മയുടെ കൈ തട്ടിത്തെറിപ്പിച്ചിട്ട് ഭവനത്തിന് ചുറ്റും ഓടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കാണ്, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഞാൻ അതിന് പോകത്തില്ല. അമ്മ വീണ്ടും പറഞ്ഞു, ഇവൾ എന്ത് വാക്കാണ് ഈ പറയുന്നത്, ദൈവമേ രക്ഷിക്കണമെന്നോ? എന്നാൽ പ്രിയരെ, 2.5 വയസ്സുള്ള കുഞ്ഞിന് തിരിച്ചറിവും ബോധമില്ലെങ്കിലും സ്തോത്രം, പിറ്റേ ദിവസം ആകുന്നതിന് മുമ്പ് ഒരു വിധവയായ മാതാവ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് വന്നു. എന്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പല സ്ഥലങ്ങളിലും കടന്നുപോയില്ലേ, എവിടെയും പോയിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ, ഇതാ അടുത്തൊരു പ്രാർത്ഥിക്കുന്നൊരു ഭവനമുണ്ട്, ആ ഭവനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു വരുവാൻ എന്റെ അമ്മയെ നിർബന്ധപൂർവ്വം വിളിച്ചു കൊണ്ടുപോയി. പ്രിയ സ്നേഹിതരെ, സ്തോത്രം, ആ
അന്നത്തെ കൂട്ടായ്മ പ്രാർത്ഥനയിൽ ഒരു ചില മിനിറ്റുകൾ മാത്രമേ ആ ഭവനത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്പർശനം എന്റെ മാതാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. എന്റെ മാതാവ് ദൈവസ്ഥനിൽ കരയുവാൻ തുടങ്ങി. ഒറ്റ മിനിറ്റിൽ, ചില മിനിറ്റുകൾക്കകത്തുള്ള പ്രാർത്ഥന മാത്രമേ ആ ഒരു വാത്സല്യ ആന്റി പ്രാർത്ഥിച്ചെങ്കിലും സ്തോത്രം, അമ്മ ഒരു ദൃഢമായ തീരുമാനമെടുത്തു. ഇനി ഞാൻ യേശുവിന് വേണ്ടി, ഇനി ഞാൻ ഒരു ക്ഷേത്രങ്ങൾക്കകത്തും ആചാരങ്ങൾക്കകത്തും പോകത്തില്ല, യേശുവിന് വേണ്ടി തന്നെ ജീവിക്കും. സ്തോത്രം പ്രിയരെ, ആ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് സ്തോത്രം, ഞങ്ങൾ ഭവനമായി 40 ദിവസം ആ ഭവനത്തിൽ കടന്നുപോയി. സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞു തരും. ഞങ്ങൾക്ക് പാട്ടുകൾ ഒന്നും അറിയത്തില്ല, പക്ഷെ അവർ പാടുന്ന പാട്ട് കേട്ട് എങ്ങനെ പഠിച്ചെന്ന് പോലും അറിയത്തില്ല. സ്തോത്രം, വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി വഴി നടത്തുന്ന ദൈവം. അതൊക്കെ പറഞ്ഞു തന്നപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചു. സ്തോത്രം, ഞങ്ങൾ സഞ്ചരിക്കുന്ന മേഖല എന്ന് പറയുന്നത് കുറച്ച് വെളിമ്പ്രദേശം പോലെ ഇരുട്ടായിരിക്കുന്ന മേഖലയുണ്ട്. കള്ളുകുടിയന്മാരും അല്ലെങ്കിൽ മറ്റ് മോശ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരുടെ നടുവിലൂടെ കടന്നു പോകണം. ഒരു ടോർച്ച് ഒന്നും വന്ന് കൈ മേടിക്കാൻ പൈസ ഇല്ല. പക്ഷെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയും മക്കളും അച്ഛനുമായി കൈ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നലെ ഞങ്ങൾ കേട്ട വാക്യം സ്തോത്രം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതൂണുമായി വഴി നടത്തുന്ന ദൈവമാ. ഞങ്ങൾക്ക് കയ്യിൽ ടോർച്ചുമില്ല, വെട്ടവുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോകുന്ന മേഖലയാണ്. ഇടവഴികളുണ്ട്, പാമ്പിന്റെ ശൈല്യമുണ്ട്. പ്രിയരെ, പലർക്കും ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ വിരോധാഭാസമായി കയറും. നമുക്കറിയാം, നിലാവുള്ള സമയത്ത് നിലാവിന്റെ വെട്ടം രാത്രി നല്ല പകൽ വെളിച്ചം പോലെ നമുക്ക് കാണാം, അല്ലെ? എന്നാൽ നിലാവില്ലാതെ പൂർണ്ണമായി സ്തോത്രം, ആ ചന്ദ്രൻ ഇല്ലാത്ത ദിവസത്തും പകൽ സമയത്ത് എന്ന പോലെ രാത്രി ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു വെട്ടം, ഒരു പ്രകാശം ഞങ്ങളുടെ മുമ്പിൽ തുളുമ്പി കൊണ്ട് നിന്നിരുന്നു. സ്തോത്രം, എന്താണ് ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തിനകത്ത് ഞങ്ങൾ വിശ്വസിച്ചതാണ്. സ്തോത്രം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതൂണുമായി വഴി നടത്തുന്ന ദൈവം. പ്രിയരെ, യേശുവിൽ അറിഞ്ഞതുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ബന്ധങ്ങളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെയും ഞങ്ങൾ ഒറ്റപ്പെടുത്തിയ സമയങ്ങളുണ്ട്. സ്തോത്രം, മറ്റ് നല്ല എന്തെങ്കിലും ഫംഗ്ഷനുകളോ അല്ലെങ്കിൽ വിവാഹ സൽക്കാരങ്ങളൊക്കെ നടക്കുമ്പോഴും കുഞ്ഞു പ്രായത്തിനകത്ത് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ വിരുന്നിനും സൽക്കാരങ്ങൾക്കൊക്കെ പോകണമെന്ന്. പക്ഷേ ബന്ധുക്കളുടെ നടുവിലോ ചാർച്ചക്കാരുടെ നടുവിലൊക്കെയും അവരാരും നമ്മളെ വിളിക്കാതെ മാറ്റി നിർത്തിയ അവസരമുണ്ട്. ആ സമയത്തൊക്കെയും കുഞ്ഞു പ്രായമുണ്ട്, നമുക്ക് മറ്റൊന്നും അറിയത്തില്ല, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാത്രം എന്താ വിളിക്കാത്തെ? ആ സമയത്ത് ഞാൻ ഇങ്ങനെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ, മറ്റ് മതഭാഗങ്ങൾ, മറ്റ് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, മുസ്ലിങ്ങളായിട്ടുള്ളവരൊക്കെയും ആ വിവാഹത്തിന് പോകുന്നുണ്ടല്ലോ, നമ്മളെ മാത്രം എന്താ? പക്ഷെ അമ്മയ്ക്ക് ആ ഒരു സമയത്ത് അമ്മയ്ക്ക് അധികമായി അതിനെക്കുറിച്ച് ആഴമായി പറഞ്ഞറിയുവാൻ കഴിയത്തില്ലെങ്കിലും അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ യേശുപ്പച്ചന്റെ മോളാ, അതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ആ ഒറ്റപ്പെടുത്തലും ആ മാറ്റി നിർത്തലും പിന്നീട് നന്മയ്ക്കായി എന്ന ജീവിതത്തെ പറയുവാൻ എനിക്ക് ദൃഢധൈര്യമുണ്ട്. സ്തോത്രം, നമ്മെ ഏവരെയും ലോകം വിളിക്കുന്ന എന്താണ്? അല്ലെങ്കിൽ അയൽപ്പക്കക്കാർ, ദേശത്തുള്ളവർ വിളിക്കുന്ന പേരെന്താണ്? ദൈവമക്കൾ അല്ലെങ്കിൽ പ്രാർത്ഥനക്കാരെന്ന് വിളിക്കും. കാരണം എന്താ? ഇന്നത്തെ കാലത്തിനകത്ത് പ്രാർത്ഥനക്കാരെന്ന് വിളിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ശബ്ദം തൊട്ടടുത്ത് കിടക്കുന്ന മുറിയിലുള്ളവർ പോലും കേൾക്കുന്നില്ല, കേട്ടോ. സ്തോത്രം, എന്നാൽ അന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. അന്നത്തെ ആരാധന എന്ന് പറയുന്നത് സ്തോത്രം, ജംഗ്ഷനുകൾ അടുത്തു വരാൻ കേൾക്കുന്ന ആരാധനയും പ്രാർത്ഥനയാണ്. സ്തോത്രം, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്റെ അമ്മ എപ്പോഴും ജോലിയൊക്കെ ഒതുക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന അവസരമുണ്ട്. അമ്മയോട് ശേഷം പിന്നെ മുതിർന്നു വന്നപ്പോൾ ഞാനും പ്രാർത്ഥിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ പറയും, ഓ, അവളുടെ അമ്മയുടെ മകളുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ മാതാപിതാക്കൾ യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി അറിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിനകത്ത് മറ്റു പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു പായ് പോലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർ ഇരുത്തി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സാഹചര്യമില്ല. കടം മേടിച്ചല്ലെങ്കിൽ വാടക കൊടുത്ത് പുൽപ്പായകളൊക്കെ മേടിച്ച് പ്രാർത്ഥന നടത്തിയ സന്ദർഭമുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു തീരുമാനം എന്റെ മാതാവും പിതാവും എടുത്തു. നമ്മൾ അറിഞ്ഞ സത്യം ഈ ദേശത്തുള്ളവർ അറിയണം. അതിനായി ഒരു തീരുമാനമെടുത്തത് 3 ദിവസം നമ്മളുടെ മുറ്റത്ത് പന്തല് കെട്ടി, എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്നതിന് തുല്യമായി പന്തല് കെട്ടി നമുക്ക് മൈൻഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തണം. കാരണം എന്താ ഇത്രത്തോളം ആവേശം എന്ന് പറയുന്ന അറിയാമോ? സത്യമല്ലാത്തതിനാണ് വണങ്ങി നിന്ന് ജീവിച്ചത്. എന്നാൽ ഇതിനകത്ത് വന്നപ്പോൾ സമാധാന സന്തോഷം ലഭിച്ചു. സ്തോത്രം, ഒരു വ്യക്തിക്ക് സമാധാന സന്തോഷം ലഭിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ്. ഞങ്ങളുടെ കടങ്ങൾ മാറിയില്ല, ഞങ്ങളുടെ അവസ്ഥകൾ മാറിയില്ല, പക്ഷേ മരിക്കുവാൻ തീരുമാനിച്ച സമയത്താണ് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത്. കാരണം എന്റെ പിതാവ് താൽക്കാലികമായി PWD ഒരു വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്തിനകത്ത് ദീർഘമായ കടഭാരങ്ങൾ ഉള്ളത് കൊണ്ട് എന്റെ പിതാവ് ലീവിന് വരുന്ന സമയത്ത് ആദ്യം മാതാവും പിതാവും കൂടെ വിഷം കഴിച്ച് മരിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നീട് തീരുമാനിച്ചത്, സ്തോത്രം, എന്തിന് കുഞ്ഞുങ്ങളെ 2 പേരെ അനാഥരാക്കുന്നു, അവരാരും നോക്കത്തില്ല, 4 പേർക്കും കൂടെ തീരുമാനിക്കാം. അമ്മ നേർച്ച നേർന്ന ദിവസവും അതിനുശേഷം
അതിനുശേഷം അടുത്തുള്ള ദിവസം വിഷം കഴിച്ച് മരിക്കാമെന്ന് തീരുമാനിച്ചതിന് ഈ രണ്ട് കാര്യങ്ങളുടെ നടുവിൽ എന്റെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കപ്പെടുത്തുവാൻ, ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമിടയാക്കി. സ്തോത്രം. ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, ദൈവത്തിന്റെ മുൻ നിർണയമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. നോക്ക്, തിരുവെടുത്ത് പറയുന്നത്, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോട് കൂടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇന്നും ഈ സമയത്ത് നിങ്ങളോട് സൂക്ഷിക്കുമ്പോൾ ജീവനോട് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല, മിടുക്കല്ല, ദൈവത്തിന്റെ നീതിയെ പ്രസ്താവിക്കണമെന്ന് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഭവനത്തിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം പ്രിയരെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു 10-15 ലിസ്റ്റ് വെക്കും. എന്നിട്ട് അതിനുശേഷം ദേശത്തിന്റെ വിടുതലോ മറ്റതിനു വേണ്ടി മാത്രം ഒന്ന് പ്രാർത്ഥിച്ചു വിടുന്നൊരു കാലഘട്ടമാണെന്നുള്ളത്. എന്നാൽ ആ സമയത്ത് പ്രാർത്ഥന വിഷയം വെച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിനല്ല, ദേശത്തിന് മേൽ വിടുതൽ ഉണ്ടാകണം, കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരണം. മാത്രമല്ല, സ്തോത്രം, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ആലപ്പുഴ ജില്ല കലവൂരാണ് താമസിച്ചത്, അതിനടുത്തൊരു കോളനി ഭാഗമുണ്ട്. ആ ഭാഗത്തിനകത്ത് മനുഷ്യർക്ക് പകൽ പോലും, സ്ത്രീകൾക്ക് പകൽ പോലും ഭയന്നു പോകുന്ന രീതിയിൽ മദ്യപാനികളുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന് അഡിക്റ്റ് ആയിരിക്കുന്ന സഹോദരങ്ങളുള്ള സ്ഥലം, പകൽ പോലും സ്ത്രീകൾക്ക് സഞ്ചരിക്കുവാൻ ഭയക്കുന്ന മേഖല. ചില വ്യക്തികൾ പോലും അതിനകത്ത് അറിയപ്പെടുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു, ആ ഏരിയ അറിയപ്പെടുന്നത്. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ ആ വ്യക്തികളുടെ പേര് പറഞ്ഞാണ് ഉപവസിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ, നമ്മുടെ ദൈവം വിശ്വസ്തന. സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ, സ്തോത്രം, നീതിമാന്റെ പ്രാർത്ഥന സഭയോടുകൂടെ അത് ഫലിക്കും. തിരുവെടുത്ത് പറയുന്നു, തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവാണ്. 3-ാം ദിവസം ഉപവാസ പ്രാർത്ഥന, അത് ആശീർവാദം പറഞ്ഞു പിരിയുന്നതിന് മുമ്പ്, സ്തോത്രം, ദേശത്തിലുള്ള പല കുടുംബങ്ങളെ ആ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് അത്ഭുതം തീർന്നില്ല. 3-ാം ദിനത്തിൽ പേരെഴുതി പ്രാർത്ഥിച്ച, ദേശത്തിനും സമൂഹത്തിനും അതിക്രമക്കാരായി കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം ഉപയോഗിച്ച വ്യക്തികളെ ദൈവം വന്നു കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് ആ വ്യക്തികളൊക്കെ ആരാണെന്ന് അറിയാമോ പ്രിയരെ? അവരൊക്കെയും സ്തോത്രം യേശുവിനെ സ്വന്തം രക്ഷിതാൻ കർത്താവ് മറിഞ്ഞ് വിശ്വാസ ജീവിതം നയിക്കുന്നവർ മാത്രമല്ല, അവര് നിശക്തരായി, ശുശ്രൂഷകരായി സ്തോത്രം കർത്തൃവേല നിൽക്കുന്നു. അതിലൊരു കർത്തദാസനയുടെ കർത്താവിന്റെ സ്ഥലത്ത് ചേർക്കപ്പെട്ടുവെങ്കിലും ആ പ്രദേശത്തിനകത്ത് യേശുവിനെ അറിയുന്ന അനേക കുടുംബങ്ങൾ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. അതേ പ്രിയരെ, നമുക്ക് ലഭിച്ച സമാധാനം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അത് നമ്മളിൽ ഒതുക്കാതെ അത് മറ്റുള്ളവർക്കും കൂടെ ആത്മീയ വർധന വരുത്തുന്നതായി നാം തീർക്കണം. സ്തോത്രം. ഇന്നീ സാഹചര്യത്തിൽ മനുഷ്യനെ സംഭവിക്കുന്നത് എന്നിൽ, എനിക്ക്, നാം, അല്ലെങ്കിൽ നമുക്കെന്നുള്ള ചിന്തയുണ്ടാകുന്നില്ല. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നില്ല. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകിയ ആ വിശുദ്ധ കൽപ്പനയെ ഗണ്യമാക്കാതെ, സ്തോത്രം, അത് പോകാതെ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമക്കാരുടെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരാ? സ്തോത്രം. അത് കഷ്ടതയോ, അത് സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, ആപത്തോ, വാളോ. തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുവിനുള്ള സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. അതേ പ്രിയരെ, സ്തോത്രം, ഇന്നീ ലോകത്തിലുള്ള ബന്ധങ്ങൾ, ഇന്നീ ലോകത്തിൽ ദൃഢമായ ബന്ധങ്ങൾ, വിവാഹ ബന്ധം, അപ്പൻ അമ്മ, ഭാര്യ ഭർത്താവ് ബന്ധമൊക്കെയും സ്തോത്രം വേർപിരിഞ്ഞു പോകുന്നു, അറ്റുപോകുന്നു, സ്നേഹം കുറഞ്ഞു പോകുന്നു. പക്ഷെ ഒരു ദൈവവചന ജീവിതത്തിനകത്ത് കഷ്ടതയോ, ആപത്തോ, ദുഃഖമോ, വാളോ, യുദ്ധമോ, മരണമോ എന്ത് വന്നാലും ക്രിസ്തു എന്ന സ്നേഹത്തിൽ നമ്മെ ആർക്കും വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് സ്തോത്രം വചനം തെളിവായി പറയുമ്പോൾ, ആ ദൈവ സ്നേഹത്തിലൊക്കെ നിറങ്ങിച്ചിരിക്കുവാൻ നിങ്ങളുടെ മനസ്സ്, ശരീരം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമോ? വിശുദ്ധ വേദപുസ്തകം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ വന്നിട്ട്, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചിട്ട് കഷ്ടങ്ങൾക്കൊന്നും കുറവില്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അതിനകത്ത് ആശ്വാസവും പെരുകി വരികയാ. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാ. സ്തോത്രം. ഒരു ആത്മീയ ഗാനം പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവം ആശ്വാസം തരാറില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആശ്വാസം തരാറില്ലേ?
സ്തോത്രം. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. സ്തോത്രം. പല വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, ചിലപ്പോൾ ഒരു ഗാനമായിരിക്കാം. സ്തോത്രം. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ വചനം വെച്ച് ദൈവത്തെ വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെട്ടത് അനുഭവിച്ചറിഞ്ഞതാണ്. സ്തോത്രം. നമുക്ക് തിരുവെടുത്തിനകത്ത് കാണുവാനും മനസ്സിലാക്കാനും പഠിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി പ്രഭാവമുണ്ട്. ആരാണെന്ന് അറിയാമോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. ഈ അബ്രഹാം എന്ന് പറയുന്ന ദൈവത്തിന് എന്താണ്? സ്തോത്രം, തന്നെ ദൈവം ഒന്ന് വിട്ട് പുറപ്പെടുവിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങളെ വിട്ട് പുറപ്പെട്ടു പോകണമെന്നുള്ളത്, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചപ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ, വിടേണ്ടതിനെ വിടുവാൻ തയ്യാറായി. ഇന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, സ്തോത്രം, നാം യേശുവിനെ പിന്തുടരുന്നവരാണ്, പിൻഗമിക്കുന്നവരാണെന്ന് വാദോരാതെ പറയുമ്പോഴും നമ്മൾ പലതും വിടേണ്ടതിനെ പലതും വിടാറില്ല എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാൻ പെട്ടെന്ന് വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ കോപിക്കുന്നു, ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നവരായിരുന്നു പലരും. സ്തോത്രം. എന്നാൽ പ്രിയരെ, നമ്മളിലുള്ള ചില ജഡ സ്വഭാവങ്ങളെ നാം മരിപ്പിക്കാത്തിടത്തോളം കാലം ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ സ്തോത്രം അനുഗമിപ്പാൻ കഴിയുന്നത്? സ്തോത്രം. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവിനെ അനുകരിക്കാനാ പറഞ്ഞത്, അല്ലേ? സ്തോത്രം. കർത്താവിനെ അനുഗമിക്കുകയും വേണം, കർത്താവിനെ അനുകരിക്കുകയും വേണം. നമുക്ക് ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്ന നല്ലൊരു മാതൃകയുണ്ട്. ആ മാതൃക വെച്ചേച്ചു പോയിരിക്കുക, അതിനെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ സ്തോത്രം, കർത്താവ് കാണിച്ച് മാതൃകയെ അനുകരിക്കാതെ സ്തോത്രം നാം പ്രസംഗിക്കുന്നു, സൂക്ഷിക്കുന്നു ഒക്കെ നല്ലതാണ്. പക്ഷേ ആ മാതൃകയെ അനുകരിക്കുന്നവരെ ദൈവം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതാ തിരുവെടുത്ത് പറയുന്നത്, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, എന്നെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് എവിടെയും പോയി ഒളിക്കുവാൻ കഴിയത്തില്ല. ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, പുതു മനുഷ്യനായി ദൈവസ്ഥനെ സമർപ്പിക്കപ്പെടുമ്പോൾ, ആ വ്യക്തിയുടെ മേൽ ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ മാതാപിതാക്കളെ, നല്ല വിദ്യാഭ്യാസവും സീറ്റും മെറിറ്റ് സീറ്റും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി മേടിച്ചു കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാതൊരു ജീവിതമാണെങ്കിൽ അത് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് നിത്യതയുടെ നഷ്ടമാണ്. സ്തോത്രം. ഇന്ന് ഈ ഒരു കാര്യത്തെ നാം വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. സ്തോത്രം. തിരുവെടുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ഒരു വാക്യത്തെ സ്തോത്രം വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു ശിക്ഷാവിധിയും ഉണ്ടാകത്തില്ല നിലവാരത്തിൽ ജീവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അവനവൻ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്നൊരു സമയമുണ്ട്. അതേ പ്രിയരെ, ഈ ഭൂമിയിൽ മരണം വഴിയായി നമുക്കൊരു യാത്രയുണ്ട്, മരണം വഴിയായി നീങ്ങും. പക്ഷെ ഞാനും നിങ്ങളും ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്നൊരു സമയമുണ്ട്. അന്ന് നാം ചെയ്ത പ്രവൃത്തികളൊക്കെയും അവിടെ വെളിപ്പെട്ട് വരും. അന്ന് നല്ലതാകിലും തീയതാകിലും നല്ലതിന്റെ ഫലവും തീയതിന്റെ ഫലവും പ്രാപിക്കണം. ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഭവനം പണി പൂർത്തീകരിച്ചില്ലെങ്കിലും, സ്തോത്രം, നിങ്ങൾ ചിലത് നടന്നില്ലെങ്കിലും അത് സാരമില്ലെന്നേ. പക്ഷെ ഇവിടെയല്ല ഈ പ്രതിഫലം, സ്വർഗത്തിലുള്ള പ്രതിഫലം നമുക്ക് വലുതാ. ഈ ലോകത്തിലുള്ള മനുഷ്യൻ നമ്മെ പുകഴ്ത്തി പറയുന്നവർ തന്നെ അവസരം വരുമ്പോൾ നമ്മളെ കുറ്റം വിധിക്കും. മനുഷ്യന്റെ വാക്ക് കേട്ട് പിന്നോട്ട് പോകാതെ ക്രിസ്തുവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ആലോചന മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. അതുകൊണ്ട് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മക്കളുമുണ്ട്, പ്രിയമക്കളുമുണ്ട്. ഈ ദിവസങ്ങളിൽ സ്തോത്രം നാം തിരിച്ചറിയാം, ഞാൻ അപ്പന്റെ മക്കളുടെ ഗണത്തിനകത്താണോ പ്രിയമക്കളുടെ ഗണത്തിനകത്താണോ? പ്രിയമക്കളായിട്ടുള്ളവരായിട്ടാണെങ്കിൽ സ്തോത്രം ഏറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരും. പ്രിയമക്കളെ, അവരെ കർത്താവ് ഉറപ്പിച്ചു നിർത്തും, അപ്പൻ ചേർത്ത് നിർത്തും. അപ്പൻ അറിയാം, സ്തോത്രം, എന്റെ മകൻ ഇതിനകത്തൊക്കെയും സ്തോത്രം കടന്നുപോയാൽ അവൻ ഉറപ്പോടെ നിൽക്കും, അവൻ പതറുകയില്ലെന്ന് അപ്പന് പൂർണ്ണമായ ഉറപ്പുണ്ട്. സ്തോത്രം. അപ്പന് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ട്. കാരണം എന്താ? സ്തോത്രം, വിളിച്ച ദൈവം വിശ്വസ്തരാണ്, അവൻ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നതേയുമല്ല. വിശുദ്ധ വേദപുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം
15-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വചനഭാഗമുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് വളരെ ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് സ്തോത്രം എനിക്ക് ഈ കാര്യം മനസ്സിലായത്. ഒരുപക്ഷെ ചെറുപ്രായത്തിൽ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ആ കാര്യങ്ങൾ പറഞ്ഞറിയാൻ കഴിഞ്ഞില്ലെങ്കിലും സ്തോത്രം, ഇന്ന് കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ലോകം പകയ്ക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക, സ്തോത്രം, അതിനു മുമ്പേ നമ്മുടെ കർത്താവിന് ലോകം പകച്ചിരിക്കുന്നുവെന്ന് തിരുവെടുത്ത് വ്യക്തമായി തെളിവ് പറയുന്നു. നമ്മുടെ കർത്താവിന് പകയ്ക്കണമെങ്കിൽ കർത്താവ് ആർക്കും ദോഷം ചെയ്തിട്ടില്ല. കർത്താവ് ആരെയും സ്തോത്രം ആരുടെയും കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആരെയും വാക്കുകൊണ്ട് പോലും ദൈവം സ്തോത്രം ആരെയും മുഷിപ്പിച്ചിട്ടില്ല. അനാഥർക്ക് വിധവമാർക്കൊക്കെ ന്യായപാലനം ചെയ്തു കൊടുത്ത് സ്തോത്രം നന്മകൾ മാത്രം പ്രവർത്തിച്ച കർത്താവിനെ ലോകം പറഞ്ഞത് എന്താ? അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞാൽ നന്മ അനുഭവിച്ചവർ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മളിൽ എത്ര നന്മ പ്രവൃത്തിയുണ്ട്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അതിന് പ്രതികരിക്കുന്നവരായി തീരുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പ്രതികരിക്കുന്നവനായി നിന്നില്ല. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ യാഗമരണമെന്ന് ഓർത്തെ സ്തോത്രം, കർത്താവിനെ ക്രൂശിലോട്ട് കയറ്റുമ്പോൾ കള്ള സാക്ഷിമൊഴികൾ അവിടെ നിർത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നാണെങ്കിൽ നമുക്കെതിരെ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന്റെ പിൻ ടു പിൻ ആയിട്ട് കണക്ട് ചെയ്ത് അത് ചോദ്യം ചെയ്യാൻ പോകത്തില്ലേ എന്ന് നമ്മുടെ കർത്താവിടെ കാണിച്ച കാര്യത്തിനകത്ത് എന്താണ് സംഭവിച്ചത്? സ്തോത്രം, കർത്താവിനെതിരെ സ്തോത്രം അനവധി കള്ളസാക്ഷ്യങ്ങൾ നിരത്തി വെച്ചിട്ടും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സാക്ഷ്യങ്ങളൊന്നും ഒത്തുവന്നില്ല. അതെ പ്രിയരെ, ഇന്നേ ദിവസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുണ്ടാകാം, നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ പറയുന്നവരുണ്ടാകാം. എന്നാൽ തിരുവെടുത്ത് പറയുന്നു, മിണ്ടാതിരെ ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സകലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിപ്പിനെന്ന് ദൈവം നമ്മുടെ അരുളി ചെയ്ത വചനത്തിൽ വിശ്വസിക്കാം. ദൈവം നിങ്ങളെ എവിടെന്ന് ഓർക്കുവാനിടയായി തീരും. അതേ പ്രിയരെ, സ്തോത്രം, എന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താണിരുന്നാൽ ദൈവം നമ്മളെ എവിടുന്ന് മറന്നു കളയുന്നവനല്ല എന്ന് ചെറുപ്രായത്തിൽ എനിക്ക് വ്യക്തമായൊരു അനുഭവമുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചെറിയ പ്രാർത്ഥന പോലും ദൈവം ശ്രദ്ധിക്കുന്നവനാണ്. സ്തോത്രം. എന്താണെന്ന് അറിയാമോ? സ്തോത്രം, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എന്നാൽ എന്റെ 3ാം ക്ലാസ്സിൽ ഞാൻ വെച്ച ചെറു ക്ലാസ്സിൽ 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അന്നത്തെ എന്റെ പഠനകാലത്തിനകത്ത് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ളൂ ക്ലാസ്. അപ്പോൾ ഉച്ച വരെ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സിനകത്ത് വെള്ളിയാഴ്ച ദിവസം ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്റെ ഉറ്റ സുഹൃത്തായ ഒരു പ്രിയ കൂട്ടുകാരിയും എന്റെ കൂടെ വന്നാണ് സ്കൂളിൽ കടന്നു പോകുന്നത്. അപ്പോൾ അവൾ വെള്ളിയാഴ്ച വരുമ്പോൾ പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവൾ പങ്കെടുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാനും പ്രിയ കൂട്ടുകാരിയും കൂടെ സ്കൂളിൽ കടന്നു പോകും. പക്ഷെ ചില മാസങ്ങൾക്ക് ശേഷം ഇവൾ എന്റെ ഭവനത്തിൽ വരുന്നില്ല, ഇവൾ എന്നെ കണ്ടാൽ സംസാരിക്കില്ല, ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പക്ഷെ ഇതിന്റെ കാരണം ഞാൻ തിരക്കി ചെന്നപ്പോൾ സ്തോത്രം, എന്റെ ഹൃദയം തകർന്നു പോകുന്നൊരു വേദനയുണ്ടായി. കാരണം അവളുടെ പിതാവ് സ്ഥിരം ഒരു മദ്യപാനിയായ വ്യക്തിയാണ്. മാത്രമല്ല ഈ വ്യക്തി മദ്യപിച്ച് വന്നു കഴിഞ്ഞിട്ട് അവളുടെ അമ്മയും അവളുടെ അനുജത്തിയും അനിയനെ ഒക്കെയും നന്നായി ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ വ്യക്തിയുടെ മദ്യപാനം കഴിഞ്ഞിട്ട് ഭവനത്തിൽ വന്നുണ്ടായ പ്രശ്നം എന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. എന്തായിരുന്നു അറിയാമോ? സ്തോത്രം, ഇനി അനില എന്ന് പറയുന്ന കുട്ടിയായിട്ട് നീ കൂട്ടുകൂടരുത്, അവളുടെ വീട്ടിൽ പോകരുത്, അവളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ഈ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കരുത്, നിന്റെ വീട്ടിൽ വരരുത്, പ്രാർത്ഥനയിൽ പങ്കെടുക്കരുത് എന്നുള്ളത് പറഞ്ഞു. സ്തോത്രം. പക്ഷെ അന്നു മുതൽ ഞാനൊരു കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ആരും പറഞ്ഞു തന്നിട്ടല്ല, പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് അങ്ങനൊരു ചിന്തയുണ്ടായി. എന്താണെന്ന് അറിയാമോ? കർത്താവെ, എന്റെ കൂട്ടുകാരിയോട് ആ പ്രിയ പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നു മുതൽ യേശപ്പ ആ വ്യക്തി യേശപ്പനെ അറിയ മാത്രമുള്ളൊരു പാസ്റ്ററായി തീരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ചർച്ചിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ 1 മിനിറ്റുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ ചാടിക്കയറി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രം പ്രാർത്ഥിക്കും. എന്നാൽ അതിനകത്ത് പാസ്റ്റർമാർ വരെ ചിരിച്ചുപോയ കാര്യമുണ്ട്. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ചിരിച്ചുപോയി. പക്ഷേ പ്രിയരെ, 2 വർഷങ്ങൾക്ക് ശേഷം ആ പ്രിയ പിതാവിനെ കർത്താവ് സന്ദർശിച്ചു. ഇന്ന് ആ പ്രിയ പിതാവ് കർത്താവിന്റെ ദാസനായ ശുശ്രൂഷയിൽ അനേക ഇടങ്ങളിൽ പോയി പരസ്യവേലയൊക്കെ ചെയ്യുന്ന ഒരു സുവിശേഷകനാക്കി ദൈവത്തിന്റെ ആ ഒരു ദാസനെ ദൈവം തീർക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും നല്ലവരാണ്, പക്ഷെ ആ വ്യക്തിയുടെ മേൽ ഭരിക്കുന്ന ഒരു പൈശാചിക ലോകമുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ ഒരു പാപത്തിന്റെ ശക്തിയാണ് ഓരോ വ്യക്തികളെയും, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധങ്ങളൊക്കെയും വേർപിരിക്കുന്ന രീതിയിൽ കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കുക, സ്നേഹബന്ധങ്ങളെ വിച്ഛേദിച്ചു കളയുന്നത്. അതാണ് ഇന്ന് സമൂഹ ബന്ധത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടുള്ള കാലം മുതലുള്ള പോലെ കാലമാണോ ഇന്ന്
ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. തമ്മിൽ തമ്മിൽ വാക്കുതർക്കങ്ങളും വാഗ്വാദങ്ങളും വഴക്കുകളും എതിരുകളും നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം. അതെ, അതിർത്തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ പോലും എന്താകുന്നു? കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ? വസ്തുവിനോടുള്ള രീതിയിൽ, ഭവനത്തോടുള്ള രീതിയിൽ ഓഹരി പോലും കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു മുത്തച്ഛൻ തന്റെ കൊച്ചുമക്കളെയും മകനെയും മരുമകളെയും കൊന്നുകളഞ്ഞ കഥ പോലും നമ്മൾ മറന്നുപോയിട്ടില്ല. സ്തോത്രം. ഇത് ഞാൻ പറയാനൊട്ടുണ്ടായ കാര്യമെന്ന് പറഞ്ഞാൽ എന്റെ പിതാവിനും എന്റെ പിതാവിന്റെ സഹോദരങ്ങൾ ആരും ഒരു തരി മണ്ണ് പോലും അവകാശമായി കൊടുത്തില്ല. എങ്ങനെയെങ്കിലും ഈ അവകാശം കൊടുക്കാതെ വണ്ണം ഒഴിച്ചുവിടേണ്ടതിന് വേണ്ടി അവർ പല മാർഗങ്ങൾ സ്വീകരിച്ചു. അവർ ആഭിചാരങ്ങൾ ചെയ്തു, അവർ കർമ്മങ്ങൾ ചെയ്തു. അവർ ഞങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏതറ്റം വരെയും പോയി ആഭിചാരങ്ങൾ ചെയ്യാമോ അവിടം വരെ ചെയ്യും, നിങ്ങളെ ഇവിടെ നിർത്തുകയില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ സ്തോത്രം, എന്റെ മാതാവ് സ്തോത്രം കറുത്ത വൈനുള്ള പുസ്തകം ഈ ബൈബിൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം ചെയ്തോ, പക്ഷെ ഈ പുസ്തകം ഞങ്ങളെ സ്തോത്രം രക്ഷിക്കുമെന്ന് പറയാനിടയായി തീർന്നു. കാരണം തിരുവിടത്ത് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. ഏത് പ്രതിസന്ധി വരുമ്പോഴും 4 പേരും കൂടെ ചേർന്നിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്റെ ചെറുപ്രായത്തിൽ അംഗനവാടിയിലൊക്കെയും പോയി, സ്കൂളിൽ പോയിട്ട് ഭവനത്തിന്റെ തിണ്ണയിൽ വരാന്തയിൽ വന്നിരിക്കുമ്പോൾ എപ്പോഴും കോടതികളിൽ നിന്ന് വ്യക്തികൾ വന്ന്, റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് സ്കെച്ചും പ്ലാനും ഒക്കെ വരപ്പിച്ചിട്ട് സ്തോത്രം എപ്പോഴും വസ്തു അളക്കുകയും എപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നൊരു ബാല്യകാല ജീവിതം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞാണ് അവിടെ വരാന്തയിൽ ഇരിക്കുന്നത് പോലും ചിന്തിക്കാതെ വണ്ണം ചിലരൊക്കെയും വന്ന് എന്നെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞ കാര്യമുണ്ട്, ഇറങ്ങിപ്പോയി ഇവിടുന്ന്, ഇനി നിനക്ക് ഇവിടെ വീടില്ല, നിന്റെ വീട്ടുകാർ ഇവിടുന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ സത്യമോ ആഴമോ മനസ്സിലാക്കാതെ വണ്ണം വാവിട്ട് കരഞ്ഞു. എന്റെ അമ്മ ഇവിടെ ഇല്ല, അച്ഛനില്ല, അവർ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുള്ളൂ, പക്ഷെ ഇവർ പറഞ്ഞ സത്യമാണ്, ഞാൻ അനാഥയാണെന്ന് പോലും അവിടെ നിന്ന് ചിന്തിച്ച് കരയുവാനിടയായി തീർന്നു. പക്ഷേ സ്തോത്രം, ദൈവത്തിന്റെ കരം അതിനകത്ത് നീതി വെളിപ്പെടുത്തി എന്നുള്ളത് സ്തോത്രം ഇന്നും ആ ദേശത്ത് പറയുവാൻ കഴിയും. എന്റെ മാതാവിന്റെ പേരിൽ ഒരു കുറച്ച് വസ്തു മാത്രം ഉണ്ടായിരുന്നു, അതുപോലും കൈയേറ്റം ചെയ്യാൻ നോക്കിയവരുടെ നടുവിൽ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. പ്രാരംഭ വർഷങ്ങൾക്കകത്തൊന്നും സ്തോത്രം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നില്ല എങ്കിലും സ്തോത്രം ആ ദേശം മുഴുവനും, ആ ദേശ ചാർച്ചക്കാർ മുഴുവനും അറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഭവനത്തിൽ ആരാധന തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തിനകത്തുള്ള ചെറിയൊരു കുളത്തിനകത്ത് അനേക സ്നാനപ്പെടുകയോ അവസരമൊരുക്കി. മാത്രമല്ല, ജാതികളായ വ്യക്തികൾ പോലും പ്രാർത്ഥന ആവശ്യമായി ഭവനത്തിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളുടെയും ഒരുക്കി. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ചില കാര്യങ്ങൾ, ചില സാക്ഷ്യങ്ങൾ വൈകിപ്പോയാലും സ്തോത്രം ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുവാനിടയായി തീരും. അതെ, യോസഫ് കടന്നു ചെന്ന മേഖലയിലൊക്കെയും യോസഫ് തന്നെ സൂക്ഷിക്കുന്നവനായി തീർന്നു. അതുകൊണ്ട് യോസഫിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുവനെ കണ്ടുകിട്ടുമോ? പ്രിയരെ, നാം കടന്നു ചെല്ലുന്ന ജോലി മേഖലയാകട്ടെ, പഠിക്കുന്ന സ്ഥാപനമാകട്ടെ, യാത്രയിലാകട്ടെ, എവിടെയാണെങ്കിലും നമ്മുടെ വസ്ത്രധാരണ രീതി കൊണ്ടല്ല, സ്തോത്രം നമ്മുടെ എന്തെങ്കിലും ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ടല്ല ഒരു ദൈവവൈതലാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ സംസാരത്തിനകത്ത്, നമ്മുടെ ഇടപാടിനകത്ത് മറ്റുള്ളവർക്ക് തിരിച്ചറിയണം, ഈ വ്യക്തി സ്തോത്രം ഒരു ദൈവവൈതലാണ്. ഈ വ്യക്തിയുടെ അധരങ്ങൾ കൊണ്ട് പറയുന്ന വാക്കുകൾക്കകത്ത് എന്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ സ്തോത്രം നമ്മുടെ ജീവിത രീതിയും സ്വഭാവ രീതികളും മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. തിരുവെടുത്തത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന, തങ്ങൾ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. പ്രിയരെ, ഈ നിമിഷം വരെ ദൃഢമായി പറയാൻ കഴിയും, കർത്താവിൽ മാത്രമാണ് ആശ്രയം വെച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവനെ ദൈവമാണ് അറിയുന്നത്. പലരും ഓർക്കാമെന്ന് പറഞ്ഞവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. പലരും നമ്മെ സ്തോത്രം പല മേഖലയ്ക്കകത്തും പല ഓഫറുകൾ കടന്നു വന്ന് പറഞ്ഞു വന്നിട്ടൊന്ന് പോകും. പക്ഷെ ദൈവം തന്ന പ്രോമിസ് അതൊരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ല. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണെന്ന് സ്തോത്രം തെളിയിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ട് മാത്രമേ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ദൈവം നിങ്ങൾ ഒരിക്കലും എടുക്കുകയില്ല. വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസ്തരായി നിൽക്കണം, നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. തിരുവെടുത്ത് പറഞ്ഞ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിങ്ങൾ ഒരു നാളും മറക്കുകയില്ല. പ്രിയരെ, ഞങ്ങളുടെ സഹോദര ബന്ധങ്ങൾ, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ മറന്നു കളഞ്ഞ സമയമുണ്ടെങ്കിലും സ്തോത്രം ഇന്ന് മറക്കാതെ സ്നേഹിച്ച് നിന്ന് കരുതിയതയും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്തോത്രം കർത്തൃവേലയിൽ കുടുംബമായിട്ടായിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെയും സ്തോത്രം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ
കൃപയാൽ ഇടയാകുന്നത്. സ്തോത്രം. മനുഷ്യർ മറന്നാലും, ബന്ധുക്കൾ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടുകാർ മറന്നാലും മറക്കാത്തൊരു ദൈവം കൂടെയുണ്ടെന്നുള്ള തെളിവാണ്. സ്തോത്രം. അതെ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ലോകത്തിൽ ഒരു വ്യക്തിക്കും പറയാനോ ഒരു വ്യക്തിക്കും നിവർത്തീകരിച്ചാൽ കഴിയാത്ത വാക്കാണ് ജീവപര്യന്തം വഴി നടത്താമെന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഒരു പരിമിതികളുണ്ട്. പക്ഷെ ജീവപര്യന്തം ഏത് പ്രായത്തിൽ ഇന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പ്രായത്തിനകത്തുള്ളവരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, സഹോദരിമാരാകട്ടെ, വാർദ്ധക്യത്തിലായി മക്കളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടാണോ ഇരിക്കുന്നത്, ഏത് പ്രായത്തിലാണെങ്കിലും യേശു കർത്താവ് പ്രോമിസിനൊന്ന് മുറുകെ പിടിച്ച് ജീവപര്യന്തം ദൈവം വഴി നടത്തുമെന്ന് അത് രുചിച്ചറിഞ്ഞവളാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. അതുകൊണ്ട് ജീവപര്യന്തം വഴി നടത്തുന്ന കർത്താവിലേക്ക് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാം. ഇതുവരെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. ആ ജീവപര്യന്തം വഴി നടത്താമെന്ന് പറഞ്ഞ കർത്താവിലേക്ക് എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആ നിത്യരാജ്യത്വം എനിക്ക് ആവശ്യമാണ്. നിത്യരാജ്യത്ത് എനിക്ക് പങ്കാളിയായി തീരണം. ആ സ്വർഗരാജ്യം എനിക്ക് ആവശ്യമാണ്. അതിനായി എന്റെ ഹൃദയത്തെ, മനസ്സിനെ വിട്ടുതരുന്നു. ഇനിയുള്ള നാള് ദൈവത്തിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ച് സമൂഹത്തിനും എന്റെ കുടുംബത്തിനും ഒരു നല്ലൊരു വ്യക്തിത്വമായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. എന്നോട് ദൈവം കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയപൂർവ്വം ദൈവത്തോട് ഒരു സമർപ്പണം തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി എളിവിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് പ്രശ്നങ്ങളാണെങ്കിലും കർത്താവ് സമാധാനം തരും. ദൈവം അതിന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉളവാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് മൗനസമയത്ത് നിങ്ങളുടെ കണ്ണുകളുടെ പ്രാർത്ഥനയോട് പങ്കുചേരാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണം ദൈവം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന കർത്താവാണ്. ഇന്ന ദിവസം പ്രിയ മക്കളുടെ വിഷയങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ. ആ വിഷയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ, സ്തോത്രം. മക്കളുടെ സംരക്ഷണമില്ലാതെ, ഭവനത്തിനകത്ത് പ്രിയപ്പെട്ടവരുടെ സംരക്ഷണമില്ലാതെ ഒറ്റപ്പെട്ടും ഏകാന്തയെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നു മുതൽ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് ദൈവത്തിന്റെ കരുതൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന കൃപയ്ക്ക് സ്തോത്രം. കർത്താവ് പിരിഞ്ഞു നിൽക്കുന്ന, വേർപെട്ട് നിൽക്കുന്ന ബന്ധങ്ങളെ ദൈവം വേഗം കൂട്ടിയോജിപ്പിക്കാൻ പോകുന്നതിന് നന്ദി കർത്താവേ. ഒരു മടങ്ങി വരവുണ്ടാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, കരുതുവാൻ തലമുറകൾക്ക് ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്ക് ദയമേ അവിടുന്ന് വഴികൾ, വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവപര്യന്തം വഴി നടത്താമെന്ന് പറഞ്ഞ വചനത്താൽ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവോടുന്ന് നീതിയോടുകൂടെ തന്നെ അവിടുന്ന് കരുതലുകൾ വെളിപ്പെടുത്തുമാറാകണമേ. ഈ ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തെങ്കിലും മാറ്റം വരുത്തി രക്ഷയിലേക്ക് വരുവാൻ ദൈവം ഈ ശുശ്രൂഷ ഇടയാക്കണം. ഈ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ദാസൻ ജിജിൻ വർഗീസ് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനേകരുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകുവാൻ, ദൈവരാജ്യത്തിലേക്ക് അനേകരെ നേടിയെടുക്കുവാൻ ഈ മിനിസ്ട്രി ദൈവം പ്രയോജനപ്പെടുത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അനുഗ്രഹമേറിയ നല്ല സാക്ഷ്യത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2.5 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത തീരുമാനത്തിന് കർത്താവ് കേട്ടല്ലോ. ദൈവരാജ്യത്തിന് വേണ്ടി കാലഘട്ടത്തിൽ ദൈവം ശക്തിയോടെ നിൽക്കുവാൻ കർത്താവിന്റെ ദാസിയെയും പ്രിയ പാസ്റ്ററെയും ദൈവം ഇടയാക്കി തീർന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർ ഇരുവരും പത്തനാമതാണ് തന്റെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി വഴികളെ, വാതിൽ തുറന്നു കൊടുക്കട്ടെ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എല്ലാം കർത്താവ് സാധിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ നസ്രേന്റെ വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വന്ന് പങ്കെടുക്കുവാൻ കാണിച്ച മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പേരെ ഇനി വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവം അനുവദിക്കെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അടുത്ത വ്യക്തിയുമായി, അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കടന്നു വരാം. അതുവരെ അത്യുന്നത ചെറുകടിയിൽ നമ്മളെ ഏവരെയും കർത്താവ് മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് വചനം ഘോഷിച്ച തന്റെ സാക്ഷ്യം പങ്കുവെച്ച കർത്താവ് ദാസിയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്.